ഐ ആം ട്രാപ്ഡ്, മരണത്തിന് തൊട്ടുമുമ്പ്. സ്വന്തം സഹോദരൻ അയച്ച ഈ ഒറ്റ സന്ദേശം ഇതിലൊളിഞ്ഞിരിപ്പുണ്ടോ? കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിലെ ഏറ്റവും വലിയ രഹസ്യം. ദുബായിൽ നിന്ന് 200 ജോഡി വസ്ത്രങ്ങളുമായി 10 ജോഡി ബ്രാൻഡഡ് ഷൂസുകളുമായി ഇന്ത്യയിലെത്തിയ ഒരു കോടീശ്വരൻ. ദിവസം 1 ലക്ഷം രൂപ വാടകയുള്ള ആഡംബര ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു കോർപ്പറേറ്റ് രാജാവ്. അവസാനം സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്തത് എന്തുകൊണ്ട്? ഇത് വെറുമൊരു ആത്മഹത്യയാണോ? അതോ ഉന്നതരായ പലരെയും രക്ഷിക്കാൻ തിരഞ്ഞെടുത്ത ഒരു ബലിദാനമോ? ജയനഗറിലെ ഒരു സൈക്യാട്രിസ്റ്റ് നൽകിയ സൂചനകൾ. 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ആ പ്രമുഖർ. സത്യങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ്. പൊതുവേദികളിൽ എപ്പോഴും ചിരിച്ച മുഖം, ആത്മവിശ്വാസം നിറഞ്ഞ സംസാരശൈലി. CJ റോയിയെ അറിയുന്നവർക്ക് അദ്ദേഹം ഒരു ഹാപ്പി സോളായിരുന്നു. പക്ഷേ SIT അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ മറ്റൊന്നാണ് പറയുന്നത്. മരണത്തിന് 2 ദിവസം മുമ്പ് ജനുവരി 28, 29 തീയതികളിൽ ബാംഗ്ലൂർ ജയനഗറിലെ ഒരു പ്രമുഖ സൈക്യാട്രിസ്റ്റിനെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം കടുത്ത വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. പുറമേ കാണിച്ചിരുന്ന ചിരിക്കും ധൈര്യത്തിനും പിന്നിൽ തകർന്നുപോയൊരു മനുഷ്യൻ. ചോദ്യമിതാണ്, ഈ വിഷാദം വ്യക്തിപരമായിരുന്നോ അതോ ബിസിനസ്സും നിയമവും ചേർന്ന് സൃഷ്ടിച്ച സമ്മർദ്ദമോ? CJ റോയിയെ തളർത്തിയത് ബിസിനസ് തകർച്ചയാണോ, അല്ലെങ്കിൽ നിയമത്തിന്റെ കുരുക്കോ? ഇന്ത്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക സുതാര്യതാ കരാർ റോയിക്ക് വലിയ ഭീഷണിയായിരുന്നു. ദുബായിലെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലെ ബിസിനസ് ലാഭമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടാൽ UAEയിൽ ജയിൽ ശിക്ഷ വരെ നേരിടേണ്ടി വരുമായിരുന്നു. അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് വർഷങ്ങളായി കൊട്ടിഘോഷിച്ചിരുന്ന സീറോ ഡെപ്ത് എന്ന ആശയം, ഇത് വെറുമൊരു ഫിഷിംഗ് ബൈറ്റായിരുന്നോ? ബാങ്ക് വായ്പകളില്ലാത്ത സുരക്ഷിത നിക്ഷേപമെന്ന് വിശ്വസിപ്പിച്ച് രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങൾ, മതനേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ച സംവിധാനമെന്ന ആരോപണങ്ങളും ശക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ നിക്ഷേപകരെ IT റെയ്ഡിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണോ CJ റോയി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത്? CJ റോയിയുടെ വളർച്ചയുടെ പിന്നാമ്പുറത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ച വീണ്ടും ചർച്ചയാകുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് മേധാവി കെ നമ്പൂതിരിയുടെ വിശ്വസ്തനായിരുന്നു റോയി. കമ്പനിയുടെ പണം ഉപയോഗിച്ചു വാങ്ങിയ ഭൂമികൾ ബിനാമി പേരുകളിൽ സ്വന്തമാക്കിയെന്ന ഗുരുതര ആരോപണങ്ങളും നിലനിൽക്കുന്നു. അതിലുപരി റോയിയുടെ കോർപ്പറേറ്റ് ഓഫീസിലെ ആരും തുറക്കാത്തവ, നിലവറയിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തകർക്കുന്ന രഹസ്യരേഖകൾ സൂക്ഷിച്ചിരുന്നുവെന്ന വിവരവും പുറത്തുവരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വാക്കാണ് വൈറൽ: കർമ്മ. പഴയ പാപങ്ങൾ തിരികെ വന്ന് ഇന്ന് റോയിയെ വേട്ടയാടിയോ? ഇപ്പോൾ SITയുടെ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് CJ റോയിയുടെ അവസാന നിമിഷങ്ങളിലെ ആശയവിനിമയങ്ങളിലാണ്. ട്രാക്കു ചെയ്യാൻ പ്രയാസമുള്ള ഇന്റർനെറ്റ് കോളുകളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശ്രയം. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ IP അഡ്രസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം മരണം സംഭവിച്ച ആയുധവും വലിയ ചോദ്യമാണ്. ഒരു ബെൽജിയം നിർമ്മിത 6.35 മില്ലിമീറ്റർ ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റൾ. ഇത്രയും റയറായ ഒരു തോക്ക് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിച്ചത്? ആ തോക്ക് വാങ്ങാൻ സഹായിച്ചതാരാണ്? കൂടാതെ റോയി താമസിച്ചിരുന്ന ഹോട്ടലിലെ 3 മാസത്തെ CCTV ദൃശ്യങ്ങളും സന്ദർശക പട്ടികയും പരിശോധിക്കുമ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. മറുവശത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പറയുന്നത് കമ്പനിക്ക് 1 രൂപയുടെ പോലും കടബാധ്യതയില്ല. നിക്ഷേപകർ പൂർണ്ണമായും സുരക്ഷിതരാണ്. EDയോ CBIയോ കമ്പനിയെ അന്വേഷിക്കുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷേ IT റെയ്ഡിനെ ഭയപ്പെടാത്ത CJ റോയി എന്തിനാണ് ജീവനൊടുക്കിയത്? ആ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ പേരുകൾ ആരുടേതാണ്? സത്യങ്ങൾ മൂടിവെക്കാൻ എത്ര ശ്രമിച്ചാലും അധികം വൈകാതെ അവ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.